പ്രസിഡന്റ് ട്രംപിന്റെ ലേറ്റസ്റ്റ് പ്രസ്താവനയാണ്. അതായത് എല്ലാ ഇറാനിയൻ പോർട്സിനെയും ബ്ലോക്കേഡ് ചെയ്യുന്നു എന്നുള്ളത്. അദ്ദേഹം പറയുന്നു അങ്ങനെ ബ്ലോക്കേഡ് നാളെ ട്യൂസ്ഡേ 7:30 മണിക്ക് കാലത്ത് നടക്കും. അപ്പോ ഇറാന് ഒട്ടും ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എല്ലാവരും അമേരിക്കയിലേക്ക് അവരുടെ കപ്പലുകളെ അയക്കും. എന്നിട്ട് അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങിക്കും. കാരണം അമേരിക്ക റഷ്യയെയും സൗദി അറേബ്യയെക്കാളും രണ്ടും കൂടി കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതൽ എണ്ണ അമേരിക്കയിൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ഷനാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ചൈനയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ചൈന ഇറാനിലേക്ക് എയർ ഡിഫൻസ് അയക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞത് ചൈന അത് ചെയ്യുവാണെങ്കിൽ 50% ടാരിഫ് ചൈനയുടെ മേൽ ട്രംപ് ഇമ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ അത് ചെയ്യുവാണെങ്കിൽ ട്രംപ് അത് ചെയ്യുവാണെങ്കിൽ തന്നെയുമല്ല, അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെയ് 16 ഷി ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഒരുപക്ഷെ നടന്നേക്കില്ല. നടന്നാൽ തന്നെ അത് ശുഭകരമായിരിക്കില്ല. അപ്പോൾ ട്രംപ് തന്നെയുമല്ല, ഈ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടാൻ പ്രധാന കാരണം നെതന്യാഹുവാണ്. അദ്ദേഹം ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ വാൻസിന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്കറിയില്ല. പക്ഷെ വാൻസിനോട് പറഞ്ഞു കാണും, അടുത്ത അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ താങ്കൾക്ക് ജൂയിഷ് ലോബിയുടെ പരിപൂർണ സപ്പോർട്ടും ഞാൻ എൻഷുർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇരിക്കുന്നത്. ഇത് വളരെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സംഗതികൾ വഷളാകുവാണ്. കുറച്ച് നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ദിസ് ഈസ് ഗോയിങ് ടു ഗെറ്റ് വേഴ്സ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. നൽകും ഇറാൻ എന്ന് പറയുമ്പോൾ അത് ഇറാന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുകയല്ലേ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇനിയൊരു ചർച്ചയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ചർച്ചയ്ക്കുള്ള സാധ്യത, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത എന്താ പറയുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഇറാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല യുക്തിയുണ്ട്. അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? 2 പ്രാവശ്യം അവരെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ആക്രമിച്ചു. 3ാമത്തെ പ്രാവശ്യം ചർച്ച അവരെ ഒട്ടും സീരിയസ് ആയിരുന്നില്ല. അപ്പോൾ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് അമേരിക്കയുടെ ഒരു കാപട്യമാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതിൽ വളരെ കാര്യമായ യുക്തിയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.